നമസ്കാരം. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് അൻസിബ. ദൃശ്യം എന്ന മലയാള സിനിമയിലൂടെ മോഹൻലാലിനൊപ്പം താരം അഭിനയിക്കുകയും അത് ശ്രദ്ധ നേടുകയും ചെയ്തു. ബിഗ് ബോസ് 6ാമത്തെ സീസണിലെ സജീവ മത്സരാർത്ഥി കൂടിയായിരുന്നു താരം. എന്നാൽ വീടിനുള്ളിൽ മറ്റുള്ളവരെ പോലെ അധികം ഒച്ചയും ബഹളവും ഒന്നും ഉണ്ടാക്കാതെ വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു ഗെയിമായിരുന്നു ഇവരുടേത്. ആദ്യമൊക്കെ ഇവരെ കട്ടിൽ റാണി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുമായിരുന്നു. എങ്കിലും പിന്നീട് പ്രേക്ഷകർ ഇവരുടെ ഗെയിം പ്ലാൻ മനസ്സിലാക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് ഇവർ നല്ല രീതിയിൽ ഗെയിം കളിച്ചു വന്നപ്പോഴേക്കും ഇവർ പരിപാടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. വീണ്ടും ബിഗ് ബോസിലേക്ക് കയറുന്നത് എന്താണ് നമ്മൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെന്നാണ് പ്രധാനം. അല്ലെങ്കിൽ പ്രേക്ഷകർ നമ്മളെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയതെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് വീണ്ടും ഷോയിൽ തിരിച്ചെത്തുന്നത്. ഫൈനൽ ജഡ്ജ്മെന്റ് നമ്മൾ അറിഞ്ഞ ശേഷമാണ് അകത്ത് കയറുന്നത്. പുറത്തെ പ്രതികരണങ്ങളിൽ വലിയ സന്തോഷത്തിലാണ്. ഇതിലും വലിയ സന്തോഷം കിട്ടാനുണ്ടോ? ഇപ്പോൾ അൻസിബയുടെ വാക്കുകളാണ് വൈറലാകുന്നത്. അൻസിബയുടെ വാക്കുകൾ ഇങ്ങനെ: വീണ്ടും ബിഗ് ബോസിലേക്ക് കയറുന്നത് എന്താണ് നമ്മൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണെന്നതാണ് പ്രധാനം. അല്ലെങ്കിൽ പ്രേക്ഷകർ നമ്മളെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയതെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് വീണ്ടും ഷോയിൽ തിരിച്ചെത്തുന്നത്. ഫൈനൽ ജഡ്ജ്മെന്റ് നമ്മൾ അറിഞ്ഞ ശേഷമാണ് അകത്തു കയറുന്നത്. പുറത്തെ പ്രതികരണങ്ങളിൽ വലിയ സന്തോഷത്തിലാണ്. ഇതിലും വലിയ സന്തോഷം കിട്ടാനുണ്ടോ? ദൃശ്യത്തിലെ അഞ്ജു ജോർജ് ആയിട്ടാണ് മലയാള സിനിമാ പ്രേക്ഷകർ അടക്കമുള്ളവർ നേരത്തെ ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ അൻസിബയായിട്ടാണ് എന്നെ ഇഷ്ടപ്പെടുന്നത്. ഞാൻ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അത് എന്റെ വലിയ അഭിമാനമാണ്. എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. എന്നെ ഇഷ്ടപ്പെട്ടത് സാധാരണക്കാരാണ്. അൻസിബ ഫാൻസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നവർ കുറച്ചു പേരുണ്ട്. ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടെന്ന് ഇപ്പോഴാണ് അവർ തന്നെ പരസ്പരം മനസ്സിലാക്കുന്നത്. ഒരു കൂട്ടം ആൾക്കാർ എന്റെ വീട്ടിൽ വന്ന് സ്നേഹോപഹാരമായി ഒരു ഗോൾഡിന്റെ റിംഗ് തന്നു. പൈസ ഉണ്ടായിട്ടായിരിക്കില്ല അത് തന്നത്. ജനങ്ങളുടെ സമ്മാനമാണത്. എനിക്ക് വിലമതിക്കാനാകാത്ത സമ്മാനമാണത്. അവർ എന്നെ കുറെ വ്യത്യസ്ത ഫോട്ടോകൾ ഫ്രെയിം ചെയ്തതും എനിക്ക് തന്നു. അപ്രതീക്ഷിതമായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ്. ഞങ്ങളുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നു. ഞാൻ ഫാമിലി ഓറിയന്റഡ് ആയിരുന്നു. അവരും കുടുംബത്തിനും വേണ്ടി ജീവിക്കുന്നയാളാണ്. അതാ ഞങ്ങൾ തമ്മിലുള്ള സാമ്യം. എന്നാൽ വ്യത്യാസം ഒരുപാടുണ്ട്. അവൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ്. ഞാൻ കുറച്ച് സൈലന്റ് ആണ്. അവൻ ഒരുപാട് ഇംഗ്ലീഷ് പാട്ടുകൾ കേൾക്കും. ഞാൻ മലയാളത്തെ സ്നേഹിക്കുന്ന ആളാണ്. ഞാൻ വായിക്കുന്ന ആളാണ്. സിനിമകൾ കണ്ട് അതിനെ വ്യാഖ്യാനിക്കാൻ ഇഷ്ടപ്പെടുന്നയാളാണ്. ഞാൻ പ്രാദേശിക ഭാഷയിലെ അടക്കം സിനിമകൾ കാണാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ അവനിഷ്ടം ഇംഗ്ലീഷ് സിനിമകൾ കാണുന്നതിലാണ്. ഹാഷ് പോഷ് ആളാണ്. എന്നാൽ മാനസികമായി അവനൊരു മലയാളിയാണ്. മലയാളിയുടെ ഗുഹാതുരത്വം അവന്റെ ഉള്ളിലുണ്ട്. അതായിരിക്കും ഞങ്ങളെ പരസ്പരം അടുപ്പിച്ചത്. അവന് ചേച്ചിയില്ല. എനിക്ക് 3 അനിയന്മാരുണ്ട്. ഒരു ചേട്ടനുണ്ട്. എന്റെ അനിയനാണ് അവനും. അങ്ങനെയാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ 2 പേജാണ്. ഞാൻ ഒരു മലയാളി പെണ്ണാണ്. വെസ്റ്റേൺ ഡാൻസ് ഇഷ്ടപ്പെടുന്ന, വെസ്റ്റേൺ സിനിമ ഇഷ്ടപ്പെടുന്നു അവൻ. അത്തരം ഡ്രസ്സുകൾ ധരിക്കാൻ ഇഷ്ടപ്പെടുന്നു. മാനസികമായി ഹോംലി അറ്റാച്ച്മെന്റ് ഉണ്ട് രണ്ടാൾക്കും. അവരെന്നെ ചേച്ചിയായാണ് കണ്ടത് എന്നാണ് അൻസിബ പറയുന്നത്. അൻസിബയുടെ ഈ വാക്കുകൾ കേട്ടതോടെ ആരെക്കുറിച്ചാണെന്നുള്ള ചർച്ചകളാണ് പുറത്തു വരുന്നത്. ഇത് അൻസിബ പറയുന്ന വാക്കുകളാണ്. ഈ വാക്കുകൾ കേട്ടതോടുകൂടി പല രീതിയിലുള്ള വിമർശനങ്ങളും, അതുപോലെ തന്നെ വിവാഹമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാണോ എന്ന് ചോദിക്കുന്നവർ നിരവധിയാണ്. ആരെക്കുറിച്ചാണ് അൻസിബ സംസാരിക്കുന്നതെന്ന് വ്യക്തമല്ല.